എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 6ാമത്തെ പുട്ടാണ്. സേമിയ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നെയ്യാണ്, നെയ്യ് വേണം. പിന്നെ അതിനുശേഷം വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ ചിരകണം. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് തേങ്ങ പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം. അതുപോലെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നെയ്യ് ഒഴിച്ചിട്ട്, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ പീര ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് മാറ്റാം. ഇതാണ് നമ്മൾ. കുറച്ച് പഞ്ചസാരയും കൂടി ഇടുക, എന്നിട്ട് മാറ്റാം. ഇതും ജസ്റ്റ് നമ്മൾ വറുത്തെടുക്കുക. അപ്പം നമ്മൾ വറുത്തിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കുറച്ചും കൂടി ഇത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഒറ്റ വിസിൽ മതിയാവും. വേറൊരു പാത്രത്തിനകത്ത് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം. അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. ഇതിന് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ സേമിയയിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പുട്ടുകുറ്റിയിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ, അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ടത് സേമിയയാണ്. സേമിയ ആഡ് ചെയ്തു. ഇനി നമുക്ക് മുകളിൽ തേങ്ങ ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കെടുത്ത് മാറ്റാം.